നിറഞ്ഞവരെ, കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ദൈവകൃപകൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നമ്മുടെ അധ്വാന മേഖലയിലേക്ക് സ്വീകരിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം, കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തിന്റെ കൃപകളും ദൈവത്തിന്റെ വരദാന അഭിഷേകവും സ്വീകരിക്കാം. സങ്കീർത്തന പുസ്തകം 51 സങ്കീർത്തനം. 51 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് വിചാരിക്കുന്നു. പാപത്തിൽ വീണുപോയ ദാവീദ് രാജാവ് കരുണ തോന്നണേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അപ്പോ അങ്ങനെയെങ്കിൽ ഈ 51 സങ്കീർത്തനത്തിന്റെ കാതലായ ഒരു ഭാഗം എൻ്റെ നടുഭാഗത്ത് വചനപ്രകാരം പറയുവാണ്. 10ഉം 11ഉം വാക്യങ്ങൾ: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്താ വചനം പറയുക? സങ്കീർത്തനായ ദാവീദ് അവൻ പാപത്തിൽ വീണുപോയെന്നും പാപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നഷ്ടമാകുമെന്നും ദൈവത്തിന്റെ ജ്ഞാനത്താൽ മനസ്സിലാക്കിയ ദാവീദ് ഇപ്രകാരം പറയുവാണ്: കർത്താവേ, എന്നെ കഴുകണം, എന്നെ വിശുദ്ധീകരിക്കണം. എന്തിനു വേണ്ടി എന്നെ കഴുകുന്നത്, എന്നെ വിശുദ്ധീകരിക്കുന്നത്? ഒരു അചഞ്ചലമായ എന്ന് പറയുന്ന നഷ്ടപ്പെടാത്ത, ഒരിക്കലും വിട്ടുപോകാത്ത ഒരു നവചൈതന്യം, പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണേ. അതിനായിട്ട് എന്നെ കഴുകണം, അതിനായിട്ട് എന്നെ വിശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് അവൻ പാപത്തിൽ വീണു പോയപ്പോ പാപത്തിന്റെ ഫലമായിട്ട് കർത്താവേ സമ്പത്ത് എന്നിൽ നിന്ന് മാറ്റല്ലേ എന്നല്ല പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ശക്തനായ രാജാവായിരുന്നു. രാജ്യത്വം എന്നിൽ നിന്ന് മാറ്റല്ലേ എന്നും അല്ല അവൻ പ്രാർത്ഥിച്ചേ. അവന്റെ പ്രാർത്ഥന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: കർത്താവേ, പാപത്തിൽ നിന്ന് എന്നെ വിശുദ്ധീകരിച്ച് വീണ്ടും എനിക്ക് നഷ്ടമായ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം എന്നെ നിറക്കണം. ഒരു പുതു ചൈതന്യം എന്നെ നിറക്കണം, പരിശുദ്ധാത്മാവിനെ നിറക്കണം. പരിശുദ്ധാത്മാവ് നഷ്ടമാക്കി പോകുവാൻ എനിക്ക് ഇടയാകരുത്. ദാവീദ് രാജാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മളും പാടി പ്രാർത്ഥിക്കുകയാണ്: ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധി നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണം. എന്താ ഇപ്പൊ കാലം പ്രാർത്ഥിക്കാൻ കാരണം? നാം മനസ്സിലാക്കി, ദാവീദ് മറ്റെല്ലാം മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഈ ദാവീദിനറിയാം, ഈ പരിശുദ്ധാത്മാവ്, ഈ ദൈവത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഒന്നുമല്ലാതിരുന്ന അവൻ രാജാവായി വളർന്നത്. ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നപ്പോ അവനെ ഒരു രാജാവും ഒരു സൈന്യവും കൊല്ലാൻ വേണ്ടി പുറകെ നടന്നപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അവൻ സുരക്ഷിതനായി രക്ഷപ്പെട്ടത് ഈ ആത്മാവിന്റെ സാന്നിധ്യമാണ്. ഇത് മനസ്സിലാക്കിയ ദാവീദാണ് പറയുക: വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്നിലേക്ക് പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. നഷ്ടപ്പെട്ടുപോയ ആത്മാവിനെ വീണ്ടും നൽകണം. കാരണം ദാവീദിനറിയാം, ഈ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ശക്തി, അത് കൂടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാം താനെ വന്നുകൊള്ളും. പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞേ: ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിറച്ചു നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ, നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണോ, കുഴപ്പമില്ല. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്ക്. ദൈവത്തിന്റെ ആത്മാവ്, സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വെറും 0 ആണെങ്കിലും നമ്മൾ ഹീറോ ആയിട്ട് മാറും.
ഏത് തകർക്കപ്പെട്ട ജീവിതമാണ് നമ്മുടേതെങ്കിലും അത് നന്മയുടെ മഹത്വത്തിൻ്റെതായിട്ട് മാറും. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പറന്ന് ഇറങ്ങണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ അനുഗ്രഹത്തോടെ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവെന്ന് വരണം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ പരിശുദ്ധാത്മാവേ നിറയണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് കരങ്ങൾ സാധിക്കുമെങ്കിൽ യാചനാപൂർവ്വം പിടിച്ച് എന്നിട്ട് ചൊല്ലിക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ചിന്തകളിലേക്ക് വികാരങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബോധ്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ബന്ധങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓർമ്മകളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ മുറിവേറ്റതും തളർന്നതും നിരാശയിൽപ്പെട്ടതുമായ എല്ലാ സാഹചര്യങ്ങളിലേക്കും കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പാപത്തിൽ വീണുപോകാൻ ഇടയുള്ള മേഖലകളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ക്രിസ്തു സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനൊന്ന് ശക്തമായി സ്തുതിച്ച് യേശുനാമം ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് യേശുനാമത്തിൽ സ്വർഗ്ഗവാസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മ ഞങ്ങൾ നിറയട്ടെ. യേശുനാമത്തിൽ പിതാവായിക്കുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങൾക്ക് വാഗ്ദാനമായ സ്വർഗം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൂദാസുകളിലൂടെ ഞങ്ങൾ അവകാശങ്ങളായിട്ട് മാറുന്ന പരിശുദ്ധാത്മ, ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയാൽ വലിയ അഭിഷേകത്താൽ നിറയട്ടെ. ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കർത്താവ്, ഞങ്ങളെ പാപികളെങ്കിലും ഞങ്ങൾ അയോഗ്യരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മ നിറക്കണേ, ദൈവിക ജ്ഞാനത്താൽ നിറക്കണേ, ദൈവിക ശക്തിയാൽ നിറക്കണേ. ഈശോയെ യേശുവേ, 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 യേശുവേ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ ശക്തിയെ എന്നിൽ നിറയണേ. എന്തിനാ സ്വർഗം നമ്മെ ശക്തിയായിട്ട് നിറയേണ്ടത്? നാം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകണം. ഓർക്കാം, നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഇടയാകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മ നമ്മെ പ്രചോദിപ്പിക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിഞ്ഞുകൂടാ, എന്നാൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹയാണല്ലോ നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ നമ്മെ പ്രാർത്ഥിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും പ്രാർത്ഥന ഇല്ലാത്തവര്, ദൈവഭക്തി ഇല്ലാത്തവര്, ദൈവാരാധന ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സ്വർഗശക്തിയെ എന്നെ നിറയണേ, ദൈവസ്തുതി പാടാൻ ദൈവ സ്നേഹം എന്നെ നിറക്കണേ. ഗാനത്തോട് ചേർന്ന് പാടി. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു ആഗ്രഹത്തോടെ ആവർത്തിച്ച് പാടി. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ചേർന്ന് പാടി. ആത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നമ്മുടെ ചുറ്റുപാടുള്ള ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നെയ്റ്റുവല്ലി പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് യാചനാപുറം പിടിക്കാൻ പറ്റുന്ന കരങ്ങൾ യാചനാപുറം പിടിച്ചോളൂ. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ നിരാശയിൽ രോഗത്തിൽ കഴിയുന്നവർ, അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസരാഹിത്യത്തിൽ കഴിയുന്നവർ, പല രീതിയിൽ വെറുപ്പ് വിദ്വേഷത്തിൽ ദൈവത്തെ വേദനിപ്പിച്ച് ജീവിക്കുന്നവർ ഈശോയെ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ തകർന്ന കുടുംബങ്ങളുടെ മേൽ, തകർന്ന ദാമ്പത്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈശോയെ രമ്യതയിലേക്ക്, സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്താൽ പോരാ, മറിച്ച് നമ്മുടെ ചുറ്റുപാടുള്ള സകല മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടണം. കാരണം നാം ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. നാം ജീവിക്കുന്ന ലോകത്ത് നിന്ന് അശുദ്ധി മാറിപ്പോയാലേ നമുക്കും നന്മയുണ്ടാവും. നാം ജീവിക്കുന്ന ലോകത്ത് അന്ധകാര സ്വാധീനം ഉണ്ടെങ്കിൽ അവ നമ്മയും ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നിരാശയിൽ കഴിയുന്നവർ, വേദനയിൽ കഴിയുന്നവർ, വെറുപ്പുദ്ദേശത്തിൽ കഴിയുന്നവർ, അന്ധകാരത്തിന്റെ സ്വാധീനത്തിൽ കഴിയുന്നവർ, അവരെല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് സാധിക്കുമെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. യേശുവേ യേശുവേ യേശുവേ. യേശുനാമം വിളിച്ച് സ്തുതിച്ചേ, യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവിന്റെ അധികാര നാമത്തിൽ ബന്ധനങ്ങൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പാപത്തിന്റെ കോട്ട താർക്കപ്പെട്ടെ. സകല മനുഷ്യരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, വിശുദ്ധീകരണമുണ്ടാകട്ടെ. അന്ധകാരം, പാപത്തിന്റെ സ്വാധീനം മാറിപ്പോനിടയാകട്ടെ. മാനസാന്തത്തിലേക്ക് അനേകം പേര് വരട്ടെ. ദൈവവചനം അനേകരിലേക്ക് കടന്നു ചെല്ലട്ടെ. ലോകം മുഴുവനും വിശുദ്ധീകരിക്കട്ടെ. യേശുവിന്റെ തിരുരക്തം അനേക പാപികളുടെ മേൽ തളിക്കട്ടെ. ഈശോയെ 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 കരുണയായിരിക്കണം കർത്താവ്. ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണം കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുമുള്ള അനേക ആയിരങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേകം കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഈശോയെ ഈശോയെ. രക്ഷകനായ ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനേക
തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തെയും, ആ ഓരോ കുടുംബത്തിനും ചുറ്റുപാടുള്ള അനേക ആയിരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുണ്ടാകട്ടെ, സ്വർഗത്തിന്റെ വലിയ ശക്തി തന്നവരട്ടെ. കർത്താവ് യേശു അദ്ദേഹം നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. ഈശോയെ, 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 യേശുവേ, യേശുവേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14 മുതൽ വാക്യങ്ങൾ. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഈശോ അവരെ കുറ്റപ്പെടുത്തുക. എന്തുകൊണ്ടാ കുറ്റപ്പെടുത്തുന്നത്? താൻ ഉയർത്തു എന്നറിഞ്ഞിട്ടും വിശ്വസിക്കാത്തതിനെ പറ്റി. എന്ന് മാത്രമല്ല, തന്റെ ഉയർപ്പിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരുന്നതിനെ പറ്റി. അതാണ് വിശ്വാസം. അതില്ലാത്തതിനെ കുറിച്ച് ഈശോ കുറ്റപ്പെടുത്തുക. നോക്കിക്കേ ദൈവത്തിന്റെ വചനം 14 മുതൽ വാക്യങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരുന്ന നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അപ്പൊ നോക്കിക്കേ, ഈശോ കുറ്റപ്പെടുത്തുക. അവർ വിശ്വസിക്കാത്തതിനെ കുറിച്ച്, വിശ്വാസം ഏറ്റുപറയാത്തതിനെ കുറിച്ച് ഈശോ കുറ്റപ്പെടുത്തുക. കുറ്റപ്പെടുത്തിയതിന് ശേഷം ഈശോ പറയുവാണ്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവർ, ഇത് ശിഷ്യന്മാര് 11 പേർക്ക് മാത്രമല്ല, മറിച്ച് കർത്താവായ യേശു വിശ്വസിക്കുന്ന എല്ലാവർക്കും, നമുക്കും ദൈവം നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മൾ ലോകമെങ്ങും ഈശോയെ കുറിച്ച് പറയണം. എന്താണ് ഈശോയെ കുറിച്ച് പറയുക? എന്താണ് വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച, ഈ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്. ഏറ്റു പറയാൻ മടിയില്ലാത്തവരും ധൈര്യമുള്ളവരും ഉള്ളവരായിരിക്കണം നമ്മളെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കണം. എന്താ പാടി പ്രാർത്ഥിക്കണേ? ഈശോയെ, പരിശുദ്ധാത്മാവേ, എൻ്റെ നാവിലേക്ക് വരണം, എൻ്റെ നാവിൻ്റെ എല്ലാ കെട്ടുകളും ഒഴിയണം. അങ്ങനെ ഈശോയെ കുറിച്ച് പറയാൻ, ഈശോയെ നാവുകൊണ്ട് മഹത്വപ്പെടുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി ഈശോയെ കുറിച്ച് പറയാനും എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണേ, എൻ്റെ നാവിനെ ശക്തിപ്പെടുത്തണേ. ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും വിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു. ആവർത്തിച്ച് പാടിക്കേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ. വിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ. ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു. ഓ സ്വർഗശക്തിയെ, ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ,
ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം ഓ സ്വർഗ കനലേ, ഓ സ്വർഗ കനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗ കനലേ, നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം ആരിലെന്നും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം ആരിലെന്നും പാവനാത്മാവേ, ഓ പാവനാത്മാവേ, ആഗ്രഹത്തോടെ പാടുകയും ഇറങ്ങിയിടണേ. നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു വിശുദ്ധാത്മാവേ, ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എന്റെ വിശുദ്ധാത്മാവേ എന്നെ നിറയണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി വിശുദ്ധാത്മാവേ നിങ്ങളുടെ ഭവനങ്ങളെ നിറയണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എന്റെ ആത്മാവേ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ലോകത്തിൽ അങ്ങ് നിറയണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ. നിൻ വിശുദ്ധി എന്റെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗ്ഗം വയ്ക്കുന്ന പരിശുദ്ധാമെന്ന് പറയാൻ ആഗ്രഹിച്ച് കർത്താനാമം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണേ. പരിശുദ്ധാത്മാവേ ശക്തിയായി നിറയണേ. പരിശുദ്ധാത്മാവേ അഭിഷേകമായിട്ട് നിറയണേ. ഈശോയെ, 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 ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയിൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വിവേചനായി കാരണം തോന്നി ഞങ്ങളെ പരിശുദ്ധം കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ചുറ്റുള്ള അനേക ആയിരങ്ങളിലേക്ക് പരിശുദ്ധമേ. സ്വയം 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 യേശുവേ, യേശുവേ, സ്വയം 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 പരിശുദ്ധാമൊരു ശക്തിയായ പാപബന്ധനങ്ങളായി സന്തോഷം ഉണ്ടാകട്ടെ, ആനന്ദം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. സ്വയം 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 സ്വർഗം നൽകുന്ന വലിയ ശക്തിയാൽ നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളിലും ഈ വികാരവും വിചാരം നമ്മളുണ്ടാകട്ടെ. എന്നിലേക്ക് സ്വർഗം അയക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറയണം. പരിശുദ്ധാത്മാവ് എനിക്ക് വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മ നഷ്ടമാക്കുന്ന പാപം അതെനിക്ക് വേണ്ട. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.